മൂന്നാറിൽ വീണ്ടും വന്യജീവി ആക്രമണം. കഴിഞ്ഞ രാത്രിയിൽ 2 മേഖലകളിലായി 2 പശുക്കൾ ചത്തു. തോട്ടം മേഖലയിൽ കടുവയുടെയും പുലിയുടെയും ആക്രമണം പതിവാകുന്നതിനെതിരെ നാട്ടുകാർ സമരത്തിലേക്ക്. ലക്ഷ്മി വെസ്റ്റ് ഡിവിഷനിലും മാട്ടുപ്പെട്ടി കൊരണ്ടിക്കാട്ടിലുമാണ് വന്യമൃഗാക്രമണം ഉണ്ടായത്. ലക്ഷ്മി വെസ്റ്റ് ഡിവിഷനിലും മാട്ടുപ്പെട്ടി കൊരണ്ടിക്കാട്ടിലുമാണ് വന്യമൃഗാക്രമണം ഉണ്ടായത്. കൊരണ്ടിക്കാട് സ്വദേശി ജോർജ്, ലക്ഷ്മി എസ്റ്റേറ്റ് സ്വദേശി മണി എന്നിവരുടെ പശുക്കളാണ് ചത്തത്. 2 ഗർഭിണി പശുക്കളായിരുന്നു. ஓடும்போது நாங்கள் போய் கரெக்டாக அந்த இடத்துல எல்லையில் பார்க்கும்போது எந்த எல்லை வரைக்கும் ஓடி இருக்குன்னு நான் போய்கிட்டே இருக்கையில் மாடு வந்து சங்கில் அந்த புலிக்குள்ள பாடு அந்த கழுத்தில் பிடிச்சிருக்கிறது அப்படியே பிடிச்சி மாடை கொண்டுருச்சு. நாங்கள் வாச்சர்மாரை கூப்பிட்டு போய் எவிடன்ஸாக நான் வாச்சர்மாரை காமிச்சிட்டு ஃபீல்டு ஆஃபீஸருக்கு தெரியப்படுத்தி ஃபாரஸ்ட்டுக்கு இன்ஃபர்மேஷன் கொடுத்துருக்கேன். ஃபாரஸ்ட்காரங்க நாளைக்கு வாரன் இருக்காங்க. அப்போ என்னுடைய மாடு அதே இடத்துல போட்டுட்டு நாங்கள் அந்த புலி நடமாடுற இடத்துல நிற்க முடியாது. மழையும் ஜாஸ்தி அதிகமாக இருக்குது. அதனால இப்போ நாங்கள் வீட்டுக்கு இறங்கி வந்துக்கிட்டு இருக்கோம். என் கூட இந்த வாச்சர்മാർ 2 പേരും இருக்காங்க. കഴിഞ്ഞ ആഴ്ചയിലും ലക്ഷ്മിയിൽ വന്യമൃഗാക്രമണത്തിൽ പശു ചത്തിരുന്നു. കഴിഞ്ഞ 1 വർഷത്തിനിടെ 100-ലധികം പശുക്കളെയാണ് തോട്ടം തൊഴിലാളികൾക്ക് നഷ്ടമായിട്ടുള്ളത്. ലക്ഷ്മി, നേമക്കാട്, കടലാർ, മാട്ടുപ്പെട്ടി മേഖലകളിലെല്ലാം വന്യമൃഗാക്രമണം പതിവാണ്. പുലിയും കടുവയും പതിവായി തോട്ടം മേഖലയിലേക്ക് ഇറങ്ങിയിട്ടും വനം വകുപ്പ് പ്രതിരോധ നടപടികൾ സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് സമരത്തിനൊരുങ്ങുകയാണ് തൊഴിലാളികൾ. ന്യൂസ് ബ്യൂറോ, മൂന്നാർ.